ഈശ്വംസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15-ന്റെ 15-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ഏവർക്കും താല്പര്യമുളവാകുന്നതുമായ ഒരു ക്ലാസ്സാണ്. അത് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ചിട്ട്. നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് ഇത് ആരംഭിക്കാം. ശുദ്ധീകരണ സ്ഥലമാണ് നമ്മുടെ ചിന്താ വിഷയം. ശുദ്ധീകരണ സ്ഥലത്തിൽ എന്താണ്? അവിടെ തീയും പുകയുമാണ്, അസാമാന്യമായ വേദനയും നരകതുല്യമായ പീഡനങ്ങളുമാണ്. അവസാനം രക്ഷപ്പെടുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും? ശുദ്ധീകരണ സ്ഥലം എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയ്ക്കാണോ? ബൈബിളിൽ അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നു. പല ക്രിസ്തീയ വിഭാഗങ്ങളും അങ്ങനെ പറയുന്നു. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. ഇനി ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് ഈശോ പറഞ്ഞു. ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് നോക്കുന്നതിന് തൊട്ട് മുമ്പായി, ശുദ്ധീകരണ സ്ഥലം ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോ ഇതിന്റെ ആഗ്രഹിക്കുന്ന തലമായ സ്വർഗവും ആഗ്രഹിക്കാത്ത സ്ഥലമായ നരകവും എന്താണ് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ പരിശോധിക്കണം. അതിനു മുമ്പായി എന്തു വകയിലാണ് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, ഇത് രണ്ടും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നത് എന്നുമുള്ളതും നമ്മൾ പരിശോധിക്കണം. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നീ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടുക. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനാണ് അപ്രകാരം പറഞ്ഞത്. ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് നമ്മള് മനുഷ്യന്റെ 6 മഹാദുരിതങ്ങളിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നവരെ സ്വർഗത്തിലേക്കും, 6 മഹാദുരിതങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവറയിലായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു. ഈ 6 മഹാദുരിതങ്ങളിൽ പെട്ടവരെ അവഗണിക്കുന്നവൻ നിത്യനരകത്തിലേക്കും പോകുന്നതായി കാണുന്നു. അപരനുമായുള്ള നമ്മുടെ സ്നേഹബന്ധത്തിന്റെ അളവുകോലാണ് സ്വർഗനരകാദികൾക്ക് നമ്മളെ അർഹരാക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1023 സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നു: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലുമായി ആയിരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടെ നിന്നായിരിക്കുന്നത് പോലെ അവരവിടുത്തെ മുഖാമുഖം കാണുന്നു. ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഉള്ള ആത്മാവിന്റെ മനുഷ്യന്റെ അവസ്ഥയാണ് സ്വർഗം എന്നത്. വീണ്ടും പരിശുദ്ധ ത്രിത്വത്തോട് ഒപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ മാനുഷിക അഭിലാഷങ്ങളുടെയും അവസാനവും നിറവേറലുമാണ് സ്വർഗം. അതിനപ്പുറത്തേക്ക് മനുഷ്യനൊന്നും കാക്ഷിക്കാനില്ല, ആഗ്രഹിക്കാനില്ല. പരമവും സുനിശ്ചിതവുമായ സന്തോഷമാണ് അവിടെ ഉള്ളത്. ആ സന്തോഷം മാത്രമാണ് അവിടെ ഉള്ളത്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുന്ന് ജീവിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു. ഇത് വളരെ പ്രധാനമായ ഒരു സംഗതി. സ്വർഗത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ? അല്ല, ഉയർത്തെഴുന്നേറ്റപ്പെട്ട ശരീരവും ഉണ്ട്. വീണ്ടും അങ്ങനെയാണെങ്കിൽ
ഞാനായി നിൽക്കുമോ? നിശ്ചയമായും നിൽക്കും. അപ്പോൾ ഭൂവാസികൾ, മഹത്വീകരിക്കപ്പെട്ട ഭൂവാസികൾ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് സ്വർഗം. ഈ സ്വർഗത്തെ കുറിച്ച് ഇനി അങ്ങോട്ട് അധികം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യ ബുദ്ധിക്കും മനുഷ്യന്റെ ഗ്രഹണശക്തിക്കും വിവരണത്തിനുമൊക്കെ അതീതമാണ്. 1027 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1027 പ്രകാരം പറയുന്നു, ഈശോ തന്നെയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞത്. ജീവൻ, പ്രകാശം, സമാധാനം, വിവാഹ ആഘോഷം, ദൈവരാജ്യത്തിലെ വീഞ്ഞ്, പിതാവിന്റെ ഭവനം, സ്വർഗീയ ജെറൂസലേം, പറുദീസ. ഇതിനെ ഉപസംഹരിച്ചത് വിശുദ്ധ പൗലോസാണ്. ഇതിനെ എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമാം വിധം ഉന്നതമാണ് സ്വർഗം. ഇനി നമുക്ക് നരകത്തെ കുറിച്ച് നോക്കാം. വീണ്ടും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരകത്തിലേക്കുള്ള യോഗ്യതയും നിശ്ചയിക്കപ്പെടുക. അപരൻ ഭാരമായി കണ്ട് അപരനിൽ നിന്നും ദൈവത്തിൽ നിന്നും എന്റെ മനസ്സിനെ ഞാൻ വേർപെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രാപൊളേഷൻ അത് തന്നെയാണ് സംഭവിക്കുക നരകത്തിൽ. ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് നാം വേർപെടുമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വന്തം തീരുമാനപ്രകാരം ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക, മനുഷ്യനിൽ നിന്ന് വേർപെട്ട് നിൽക്കുക നരകത്തിന് അർഹമാകുന്ന പ്രവൃത്തിയാണത്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിൽക്കുന്ന അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത്. അടുത്തത്, നരകം ഉണ്ടോ? ദൈവം അനന്ത കൃപാനിധിയല്ലേ, സ്നേഹനിധിയല്ലേ? അതേസമയം ദൈവം നീതിമാനുമാണ് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ 1035 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1035 പറയുന്നു, നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ ഉണ്മയെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപാവസ്ഥയിൽ മരിക്കുന്നവർ നരകത്തിലേക്ക് പതി, അവിടെ അവർ നിത്യാഗ്നി അഥവാ നരകപീഠകൾ അനുഭവിക്കും. അതിലെ ഏറ്റവും വലിയ അഗ്നി, പ്രധാന ശിക്ഷ, ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള വേർപാടാണ്. ആ വേർപാടിന്റെ തിരിച്ചറിവാണ്. കാരണം ആരാണോ നമ്മെ സൃഷ്ടിച്ച് നമ്മെ സ്നേഹിച്ചത്, അവനിലേക്ക് പോകാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ അവൻ തന്നെ തിരസ്കരിച്ചതിന്റെ ഫലമായി എന്നേക്കുമായി അവൻ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിന്റെ വേദനയാണ് നരകത്തിലെ പ്രധാന വേദന. അടുത്തത്, ദൈവം ആരെ നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല എന്നുള്ളത്. നരകം മനുഷ്യൻ ഓപ്റ്റ് ചെയ്യുന്നു. ദൈവത്തിൽ നിന്നുള്ള മനഃപൂർവമായ ഒരു പിന്തിരിയൽ വേണം. അത് അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കണം. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തന്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. സത്യത്തിൽ സഭയുടെ ആഗ്രഹം, പ്രാർത്ഥിക്കുന്ന ഏവരുടെയും ആഗ്രഹം, നാം ദൈവമക്കളുടെ ആഗ്രഹമാകേണ്ടത് നരകം ആരുമില്ലാത്ത അവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം നരകം എന്നത് നിത്യമായ വേദനയാണ്. അത് ആർക്കായിരുന്നാൽ തന്നെ അസഹനീയമാകയാൽ ആഗ്രഹിക്കത്തക്കതല്ല. അതിലേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടി, ഏത് മാരകപാപിയാണെങ്കിലും പശ്ചാത്തപിച്ച് പിന്തിരിയാൻ വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കണമെന്നും സഭ നിർദ്ദേശിക്കുന്നതിന്റെ കാരണം ഇതാണ്. അടുത്തത്, പ്രത്യാശയിൽ രക്ഷ എന്ന ബെനഡിക്റ്റ് 16 ചാക്രിക ലേഖനത്തിന്റെ 46 ഖണ്ഡിക. ശുദ്ധീകരണ സ്ഥലത്തിന്റെ യുക്തി എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കും. മരിച്ച് അതിവിശുദ്ധരായി ജീവിച്ച് ദൈവത്തെ നേരിട്ട് കാണാനുള്ള അർഹത, പാപലേശമില്ലാതെ അർഹതയുള്ള മനുഷ്യർ നിശ്ചയമായും മരണത്തിന് ശേഷം ഉടനെ തന്നെ സ്വർഗഭാഗ്യം അനുഭവിക്കുന്നു. പക്ഷേ ഇതത്ര സാധാരണമല്ല. അങ്ങനെ അതിവിശുദ്ധമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നരകത്തിന് യോഗ്യരായ വിധത്തിൽ സ്വയമേവ പൂർണ്ണമായി ദൈവത്തെ പരിത്യജിച്ച്
തൻ്റെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ തന്നെ ദൈവം വേണ്ട, ദൈവത്തിന്റെ സ്നേഹം വേണ്ട, ഞാൻ പാപത്തിൽ തന്നെ തുടരുന്നു എന്ന് ഉറച്ചു നിശ്ചയിച്ച് മരിക്കുന്നവരുണ്ടോ? ഉണ്ടാവാം. പക്ഷേ വളരെ വളരെ അസാധാരണമായിരിക്കാം. എങ്കിൽ പിന്നെ സാധാരണമായ സംഗതി എന്താണ്? മനുഷ്യ ജീവിതത്തിൽ സ്വർഗപ്രാപ്തിക്ക് യോഗ്യമായ വിധത്തിലുള്ള അനന്യമായ വിശുദ്ധി ഉള്ളവരും വളരെ കുറവാണ്. പാതകത്തിന് യോഗ്യമായ വിധത്തിൽ അത്രയേറെ ദുഷ്ടതയിൽ മരിക്കുന്നവരും പാപത്തിൽ മരിക്കുന്നവരും കുറവാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളിലും സ്നേഹത്തോടും സത്യത്തോടും ദൈവത്തോടും ഒരാന്തരികമായ അഭിനിവേശമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഉള്ളില് ബോധമുണ്ട്, മിണ്ടാൻ മേല എന്ന് പറഞ്ഞ പോലെ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം, ശരി എന്താണെന്നും അറിയാം. പക്ഷെ ശരിയിൽ നിലനിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ പലപ്പോഴും പുതിയ പുതിയ ചില പൊരുത്തപ്പെടലുകൾ വഴിയായിട്ട് ഈ തെറ്റുകളിൽ തന്നെ നിലകൊള്ളുന്നു, അഥവാ തെറ്റുകൾ എടുക്കാൻ നിർബന്ധിതനാകും. ഈ തെറ്റിൽ നിന്ന് പോകണമെന്ന ആഗ്രഹവും ഉണ്ടാകും, പക്ഷെ സാധിക്കുന്നില്ല. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്, പക്ഷെ നിലനിൽക്കുന്ന ആ ദാഹത്തെ വിശുദ്ധിയിലേക്കുള്ള യാത്രയാക്കി വസ്തുനിഷ്ഠമായി അവനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആ ആഗ്രഹം എല്ലാത്തിലും ഉപരിയായിട്ടുണ്ട്, പക്ഷെ അതിനെ മൂടുന്ന തിന്മയുടെ പ്രവർത്തികളുണ്ട്. അഴുക്ക് വിശുദ്ധിയെ മൂടുന്നു എന്നാണ് ഇവിടെ ബെനഡിക്റ്റ് 16 പറയുന്നത്. ഇങ്ങനെയുള്ളവർ എന്തായിരിക്കും? അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് സ്വർഗപ്രാപ്തിക്കുള്ള യോഗ്യതയുമില്ല, നരകപ്രാപ്തിക്കുള്ള പാപവും ഇല്ലാത്തവൻ എന്ത് സംഭവിക്കും? എന്തായിരിക്കും അവന്റെ അവസ്ഥ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു, ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണ ആജ്ഞയുണ്ടെന്ന് നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന സത്യം തന്നെയായവൻ പറയുന്നു. അതിനെ നമ്മൾ ഒന്ന് മറിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടും, എന്നാൽ മറ്റു ചിലത് വരാനുള്ള യുഗത്തിൽ ക്ഷമിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ 2 യുഗങ്ങളുണ്ട്. ഒന്ന് നാം ഈ ജീവിക്കുന്ന യുഗം, 2 വരാനിരിക്കുന്ന യുഗം. അവിടെ ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്, ഇവിടെ ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. രണ്ടിടത്തും ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുമുണ്ട്. അത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം. ഇനി കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 1030 ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട വിശുദ്ധിയിൽ വ്യാപരിക്കാൻ ഒരിക്കലുമല്ല പലപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. ഇതിനെ മറ്റൊരു വിധത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ മരിച്ചതിന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഒരു സംഗതിയെ, ഒരു വാസ്തവത്തെ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് കൂടുതൽ സമഗ്രമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. ദൈവവനപ്രസാദത്തിൽ മരണമടയുന്ന ആത്മാവിന്റെ ഇച്ഛാശക്തിയിൽ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് വരാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് വിലപിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ദൈവവുമായി മുഖാഭിമുഖം ദർശിക്കുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായും പരിപൂർണതയിൽ എത്താൻ നാം ആഗ്രഹിക്കും. നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കും, അഥവാ നമ്മൾ തന്നെ ആഗ്രഹിക്കും. ഈ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ ഞാൻ യോഗ്യനല്ലല്ലോ എന്നുള്ള വേദനാജനകമായ കുറ്റബോധം, അപരാധബോധം, സ്വന്തം അയോഗ്യതയെക്കുറിച്ചുള്ള വ്യഥ, ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞ പരിഹാര പ്രവർത്തികൾ, പൂർണ്ണമായി തിരിച്ചു നൽകാൻ കഴിയാതിരുന്ന സ്നേഹം, സ്വന്തം അവിശ്വസ്തത, അതുമൂലമുണ്ടാകുന്ന മനസാക്ഷിക്കടി, ഇതൊക്കെ തനിക്ക് ഉണ്ടായിരിക്കെ അതിലൊന്നുപോലും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ തനിക്ക് ഉണ്ടാകരുത് എന്ന് ആ ആത്മാവ് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന താപമാണ്, അനുതാപമാണ് അവിടത്തെ ഏറ്റവും ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും വലിയ ഒരു വേദന എന്നുള്ളതാണ് ഒരു മതം.
ഒരു അഭിപ്രായം. ഇനി അതിനെക്കുറിച്ച് എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിർവചനം ഇതാണ്: ദൈവപ്രസാദത്തോടു കൂടി മരിച്ചു, എന്നാൽ പൊറുക്കപ്പെടാത്ത ലഘുപാപങ്ങളുണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടെങ്കിലും അവയ്ക്ക് അർഹിക്കുന്ന കാലിക ശിക്ഷ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ സ്വർഗപ്രവേശനത്തിന് അർഹരല്ല. അതുകൊണ്ട് തന്നെ എന്നാൽ അവർ നിത്യനരകത്തിന് ഒരിക്കലും അർഹരല്ല. ദൈവത്തിന്റെ ദയ അവിടെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അവരെ എന്നാൽ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിത്യ മോക്ഷത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാത്തത്? ദൈവത്തിന്റെ നീതി അത് അവരിൽ നിന്ന് തടയുന്നു. എന്തുകൊണ്ടാണ് അവരെ നിത്യ നരകത്തിലേക്ക് വിടാത്തത്? പാപികളെ, എത്ര ചെറിയ പാവാണേലും പോട്ടെ നരകത്തിലേക്ക് എന്ന് എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? ദൈവത്തിന്റെ കൃപ അവിടെ അവരെ അതിൽ നിന്ന് തടയുന്നു. ചുരുക്കത്തിൽ ദൈവത്തിന്റെ നീതിയുടെയും കൃപയുടെയും സമ്മിളിത സമ്മേളനത്തിന്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പൊ നിത്യമോക്ഷത്തിനും നിത്യനരകത്തിനും മധ്യ ഒരു താൽക്കാലിക അവസ്ഥ സജ്ജമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനാനുസരണം അനുസരിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് സ്പേസ് വേണം. നമ്മുടെയൊക്കെ ഭാഷയിൽ, അതായത് ഈ സ്പേസിൽ ജീവിക്കുന്ന മനുഷ്യൻ സ്പേസില്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഈ മരണശേഷം മാത്രമാണ് രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ പോകുന്നത്: സ്പേസും ടൈമും ഇല്ല. എല്ലായ്പ്പോഴും ഇന്ന് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ സ്പേസ് ഇല്ല മനുഷ്യനെ മരിച്ചു കഴിഞ്ഞു. ശുദ്ധീകരണം സ്ഥലം എന്നതിനേക്കാൾ ശുദ്ധീകരണത്തെ ഒരു ബിക്കമിങ് പ്രോസസ് എന്ന നിലയിൽ വീക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ അർത്ഥപൂർണ്ണം. ശുദ്ധീകരണം എന്നത് എങ്ങനെയെന്ന് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ആവിഷ്കരിക്കാൻ സാധ്യമല്ല. ശുദ്ധീകരണ സ്ഥലം എന്ന് വീക്ഷിക്കുന്ന പല ദർശനങ്ങളും തെറ്റാണെന്നും അബദ്ധ പഞ്ചാംഗമാണെന്നും അല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ഇതൊക്കെ മനുഷ്യബുദ്ധിക്ക് അതീതമാകിയാൽ മനുഷ്യബുദ്ധി ഗ്രഹിച്ചിരിക്കുന്ന ഈ പല കാര്യങ്ങൾക്കും മനുഷ്യന്റേതായ ഭാഷ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രം. ബൈബിളിൽ അങ്ങനെയൊന്ന് പറയുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ബൈബിളിൽ കൃത്യമായ സൂചന ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. അതാണ് ആദ്യത്തെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം കൊരിന്ത്യ ലേഖനത്തിലെ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ 10-ാമത്തെ വാക്യം: യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് നമുക്ക് മാതൃകയും സജീവവും നിർമ്മലവുമായ ഒരു മാതൃകയായി ഈശോ മിശിഹാ അവിടെ ഉണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ ദൈവപുത്രൻ നമ്മുടെ മുമ്പേ ഉണ്ട്. നമ്മുടെ ജീവിത മാതൃക നമുക്ക് മുമ്പേ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പിന്നെ അവനവന്റെ പണിത്തരങ്ങൾ എന്തൊക്കെയാണെന്നാ, സ്വർണമോ വെള്ളിയോ രത്നമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യം. ഈ സ്വർണം വെള്ളി രത്നങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഭൗതികമായ പ്രത്യേകതകൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പ്രത്യേകത ഓരോരുത്തരും എങ്ങനെയാണ് ക്രിസ്തുവിൽ തങ്ങളെ തന്നെ പടുത്തുയർത്തിയത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ ദിനത്തിൽ അവിടുത്തെ മുമ്പിൽ അതങ്ങ് വെളിവാണ്. ഈ പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. അതെല്ലാം അങ്ങ് ശുദ്ധീകരിക്കപ്പെടും കർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട്. നമുക്ക് തോന്നുമ്പോ വെള്ളിയായിരിക്കും, അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല അതിന്. ഉദാഹരണത്തിന് ഒരാൾ വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ സ്വന്തം പേരിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ കർത്താവിന് വേണ്ടിയല്ല, അതങ്ങ് കത്തിപ്പോകുക, അത് ഒരു വൈക്കോലായി. അതേസമയം ഒരു സാധാരണക്കാരൻ, അതിനേക്കാളും ദരിദ്രനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ മിച്ചങ്ങളിൽ നിന്ന് ഈ അനാഥരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്തെങ്കിൽ അത് സ്വർണ്ണമായിട്ട് അവിടെ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടാവും. ഈ കർത്താവിന്റെ അളവുകോൽ എങ്ങനെയാണെന്നുള്ളത്, ആ ദരിദ്രയായ വിധവ 2 ചെമ്പ് തുട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടപ്പോ കർത്താവ് പറഞ്ഞു. ദരിദ്രയായി ഈ വിധവ മറ്റുള്ളവരെക്കാൾ അധികമായി ഇട്ടതായി കണക്കാക്കണം എന്നല്ല പറഞ്ഞത്.
അതിന് വിലയുണ്ടെന്നും അല്ല പറഞ്ഞത്, ഇട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഭൗതികമായ അളവുകോലുകൾ, ലോകത്തിന്റെ അളവുകോലുകൾ കൊണ്ടല്ല കർത്താവ് അളക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പണികള് എങ്ങനെയാണ് എന്നുള്ളത് കർത്താവിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണോ അതാണ് നിലനിൽക്കുക. സ്നേഹത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണോ അതാണ് നിലനിൽക്കുക. പരസ്നേഹത്തിന്റെ ദൃഷ്ടിയിൽ അത് എപ്രകാരമാണോ അതാണ് നിലനിൽക്കുക. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്ക് ഇരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അടുത്തത്, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും. അവനും പണിതു, അവൻ പണിയാതിരുന്നില്ല, പക്ഷെ പണി പാഴായി. പാഴാകണമെന്ന് അവൻ ആഗ്രഹമില്ലായിരുന്നു, നിലനിൽക്കുമെന്ന് അവൻ വിചാരിച്ചത്. പക്ഷെ ദൈവദൃഷ്ടിയിൽ അത് പാഴ്പണിയായി. അപ്പൊ അവനെ ശിക്ഷിക്കാൻ അങ്ങ് ശിക്ഷിക്കാൻ പറ്റും? ഇല്ല. തന്റെ പണി പാഴായല്ലോ എന്ന ചിന്ത അവൻ തിരിച്ചറിയുന്നു. ആ വ്യഥയിൽ അവൻ ശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് ശുദ്ധീകരണ സ്ഥലം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോകത്തിലെ സർവ്വസംഗതികളും ഒന്നും സാരമില്ല, പോട്ടെ, കാര്യമാക്കാത്ത കൃപ മാത്രമാണ്. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിലും പിന്നെ നീതിക്ക് എന്താ കാര്യം ഇരിക്കുന്നത്? മാത്രമല്ല, ഇനിയിപ്പോ ദൈവം നീതി മാത്രമാണെന്നിരിക്കട്ടെ, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നീതി നടപ്പാക്കും. അങ്ങനെയാണെങ്കിൽ ആരുണ്ടാകും സ്വർഗത്തില്? പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ മന്യത്തിൽ ആര് നിലനിൽക്കും? മനോഹരമായി നമ്മൾ പാടി. ആ പാട്ട് ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്, അല്ലെ? കർത്താവെ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നീതി മാത്രമാണെങ്കിൽ ഭയാനകമായ വിധത്തിലുള്ള ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മൾ ഓർക്കുക, നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരം ന്യായവിധിയും കൃപയും തമ്മിൽ ഗാഠമായി ബന്ധിപ്പിച്ചു. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് കൃപയുടെ സമുദ്രത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചു. അടുത്തത്, ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ 47-ാമത്തെ ഖണ്ഡികയില് ബെനഡിക്ട് 16 പാപ്പ പറയുക, ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഒരേ സമയം ദഹിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന അഗ്നി ന്യായാധിപനും രക്ഷകനുമായ ക്രിസ്തു തന്നെയാണ്. ഇതൊരു വല്ലാത്ത എക്സ്പ്ലനേഷൻ. ഈശോയുടെ മുമ്പിലാണ് നാം ഹാജരാകേണ്ടത്. നമ്മൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവിന്റെ മുമ്പിൽ ഹാജരാകും. അച്ഛനായാലും സിസ്റ്ററായാലും ആത്മായനായാലും സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവരും വ്യക്തിപരമായി അവിടുത്തെ മുമ്പിൽ നമ്മൾ ഹാജരാകുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് കർത്താവ് നമ്മെ മനസ്സിലാക്കിക്കുന്നു. തന്റെ ജീവൻ കൊടുത്ത്. ഇല്ല, വിവരണാതീതമാണ് അവിടുത്തെ സ്നേഹം, നമുക്കറിയാം. ഓരോ പാപങ്ങളും ക്ഷമിച്ച്, ഓരോ നിമിഷങ്ങളിലും കാത്ത്, ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഊർജം നൽകി, സമാശ്വാസം നൽകി, സ്നേഹം നൽകി, ദയ നൽകി, കൃപ നൽകി നമ്മെ താങ്ങി. ചോദ്യം ഇതാണ്, നാം അവിടുത്തെ എത്രമാത്രം സ്നേഹിച്ചു? തിരിച്ച് സ്നേഹിക്കുന്നതിൽ നാം എത്രമാത്രം വിജയിച്ചു, പരാജയപ്പെട്ടു? ഈ ചോദ്യം ഏറെ വേദനാജനകമാണ്. സ്നേഹത്തിന്റെ പാരാവാരത്തിന് മുമ്പിൽ നമ്മൾ ഇവിടെ കടക്കാരായി, നിശബ്ദരായി, നിശ്ചേതനരായി നിൽക്കുന്നു. വേദന കൊണ്ട് ഹൃദയം നുറുങ്ങുന്നു. നന്ദികേടിന്റെ പര്യായമായി ഓരോ മനുഷ്യനും അവിടെ നിൽക്കുന്നു. സ്നേഹിച്ചില്ല എന്നത് പോകട്ടെ, എത്ര ദ്രോഹിച്ചു എന്നുള്ളത് തിരിച്ചറിയുന്നു. എത്ര അവനെ പരിഗണിച്ചു എന്നുള്ളതല്ല, എത്രമാത്രം അവഗണിച്ചു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിനെ എന്ന് നാം തിരിച്ചറിയുന്നു. എത്ര അവനെ ചേർത്തു പിടിച്ചു എന്നല്ല, ഉയർത്തിപ്പറഞ്ഞു എന്നല്ല, എത്ര തവണ തള്ളിപ്പറഞ്ഞു എന്ന് നാം ഓർക്കുന്നു. ജീവിതം മുഴുവൻ കർത്താവ് തന്ന നന്ദിപൂർവ്വം സ്വീകരിക്കേണ്ടുന്ന ജീവിതം മുഴുവൻ ഒരു നന്ദികേടിന്റെ പര്യായമായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഉരുകുന്നതിന്റെ പേരാണ് ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് ഈ നവീന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ സമ്മതിക്കാത്ത തരം.
അവിടുത്തെ നോട്ടം നമ്മുടെ ഹൃദയത്തെ അഗ്നിയിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അവിടുത്തെ ഹൃദയത്തിന്റെ സ്പർശനം നമ്മെ സുഖപ്പെടുത്തുന്നു. അഗ്നിയിലൂടെ എന്ന വണ്ണം നിഷേധിക്കാനാവാത്ത വിധം വേദന നിറഞ്ഞ പരിവർത്തനത്തിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ അത് അനുഗ്രഹീതമായ വേദനയാണ്. കാരണം നാം സ്നേഹിച്ചില്ല എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ആനന്ദത്തിലേക്കും കൂടി നാം നടന്നെടുക്കും. അങ്ങനെ പരിപൂർണമായി ദൈവത്തിൻ്റെതാകാൻ നമ്മെ ശക്തരാക്കിക്കൊണ്ട് ആ നോട്ടത്തിൽ അവിടുത്തെ സ്നേഹത്തിന്റെ വിശുദ്ധ ശക്തി ഒരു തീജ്വാല പോലെ നമ്മെ ഊഷ്മളരാക്കി നമ്മിലൂടെ കടന്നു. ചരിത്രത്തിൽ ഒരിക്കൽ ആവർത്തിച്ച ഒരു നോട്ടമുണ്ടല്ലോ. 3 തവണ തള്ളി പറഞ്ഞപ്പോൾ യേശു അവനെ നോക്കി എന്ന് പത്രോസിന്റെ നോക്കി എന്ന് നാം വായിക്കുന്നു. അവനോ പുറത്തുപോയി കൈപ്പോടെ കരഞ്ഞു. ഹി ക്രൈഡ് ബിറ്റർലി. അതിന്റെ ഒരു അതിഭൗതിക തലമല്ലേ ശുദ്ധീകരണ? അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? അവന്റെ നോട്ടം നേരിടാനാവാതെയുള്ള വിങ്ങിക്കരച്ചിലിന്റെ പേരല്ലേ ശുദ്ധീകരണ സ്ഥലം? അത് ദൈവശിക്ഷയല്ല. പ്രത്യുത സ്നേഹം തന്നെയായ ദൈവം ആത്മാവിന് ഒരുക്കുന്ന സ്നേഹ പദ്ധതിയുടെ രക്ഷാകരമായ പ്രവൃത്തിയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. ശുദ്ധീകരണാവസ്ഥ സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനെ രക്ഷിക്കുന്ന പ്രക്രിയയാണ്. ദൈവൈക്യത്തിന് അവൻ തന്റെ പശ്ചാത്താപത്തിലൂടെ തന്നെ താൻ ആരാണ് എന്ന അറിവിലൂടെ ദൈവൈക്യത്തിനുള്ള യോഗ്യത നേടുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. ഇനി ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്തകൃത്യങ്ങൾക്ക് വേണ്ടി അതെങ്ങനെയാണ്? അതിന്റെ ആവശ്യമുണ്ട്. അവരെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റും. ഇവരുടെ ഈ വേദനയിൽ ആനന്ദദായകവും അതേസമയം അപരിഹാര്യവും വേദനാജനകവുമായ ഈ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനും പരിഹാരം അനുഷ്ഠിക്കാനും അങ്ങനെ അവരെ സഹായിക്കാനും കഴിയുമെന്ന് ആരംഭകാലം മുതൽ തന്നെ സഭ വിശ്വസിച്ച് പരിശീലിച്ചു പോരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിനെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി യൂദാസ് മക്കായൻ പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു എന്ന് 2 മക്കബായർ 12:46 നമ്മൾ വായിക്കുന്നു. ആ കാലം തൊട്ട് തന്നെ, അതായത് ക്രിസ്തുവിന് വളരെ കാലം മുമ്പ് തന്നെ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പ്രദായമായി. സഭാപിതാക്കന്മാരായ സിർബിളും സിപ്രിയാനും ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. ബെനഡിക്ട് 16 പാപ്പ ഇപ്രകാരം ബോധിപ്പിക്കുന്നു: പരേതാത്മാക്കൾക്ക് ദിവ്യബലി, പ്രാർത്ഥന, ധർമ്മദാനം ഇവയിലൂടെ ആശ്വാസവും വിശ്രാന്തിയും പ്രാപിക്കാൻ കഴിയും. സ്നേഹത്തിന് മരണാനന്തര ജീവിതത്തിലേക്ക് എത്താനാകുമെന്നും പരസ്പരമുള്ള ദാനവും സ്വീകരണവും സാധ്യമാണെന്നും അതിലൂടെ നമുക്ക് പരസ്പരമുള്ള വാത്സല്യം മരണത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് തുടരാനാകുമെന്ന വിശ്വാസം യുഗങ്ങളിലൂടെ ക്രൈസ്തവരുടെ ബോധ്യമായിരുന്നു. ഇന്ന് അത് ആശ്വാസത്തിന്റെ ഉറവിടമായി നിലകൊള്ളുന്നു. പ്രത്യാശയിൽ രക്ഷ. ഇവിടെ നമുക്ക് ന്യായമായിട്ടൊരു സംശയം: മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചാൽ അല്ലെങ്കിൽ ദാനധർമ്മം കൊടുത്താൽ പ്രാർത്ഥിച്ചാൽ ഈ മരിച്ചവർ എത്രയോ കാലം മുമ്പാണ് മരിച്ചത്. അപ്പോ അതിപ്പോ നടത്തിയാൽ എന്താ കാര്യം? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മരണശേഷം ടൈമില്ല, സ്പേസ് ഇല്ല. രണ്ടാമത്തത് സ്പേസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്നുള്ളതിന് പകരം ശുദ്ധീകരണാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ആ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും. ഇനി ടൈമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരണം എന്ന് പറയുന്ന ഒരു അവസാനത്തെ അവിടുന്ന് നിരാകരിച്ചു. മരിച്ചതിന് ശേഷം നിത്യമായ ജീവിതമാണ്. ആ മനുഷ്യൻ ഇഹലോകത്തിൽ മരിച്ചതിന് ശേഷം നിത്യമായി ജീവിക്കുന്ന അവിടെ സ്പേസ് ഇല്ല, ടൈമില്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഈ ശുദ്ധീകരണാവസ്ഥയിലുള്ളവർക്ക് കാലത്തിന്റെ ഏത് അവസ്ഥയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും, ഏത് കാലത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് ഇന്ന് എന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇന്ന്, ടുഡേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അത് ആ നിമിഷത്തിൽ കിട്ടുന്ന പ്രാർത്ഥന അവർക്ക് ആ നിമിഷത്തിൽ കിട്ടുന്ന പ്രാർത്ഥനയായി അത് പരിഗണിക്കപ്പെടുന്നു.
നമ്മൾ എത്ര കാലത്തിന് ശേഷമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത് കണക്കാക്കപ്പെടുന്നില്ല. കാരണം കാലമില്ലാത്ത, ഇന്നലെയും നാളെയും ഇല്ലാത്ത ഒരു ലോകത്തിലെ സഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അവർക്ക് ഇന്ന് എന്ന ആ അവസ്ഥയിലാണ് ഇതിന്റെ യോഗ്യതകൾ ലഭിക്കുന്നത്. അവ പരിഹാര പ്രവർത്തികളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, നമ്മുടെ ദിവ്യബലി അർപ്പണമാകട്ടെ, എല്ലാം ദണ്ഡവിമോചനങ്ങളാകട്ടെ, എല്ലാം അവർക്ക് ഉപയുക്തമാണ് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ ഭക്തകൃത്യം എന്നത് അവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി എന്ന് പറയുമ്പോൾ അത് ചൊല്ലിക്കണം എന്ന് മാത്രമല്ല അർത്ഥമാകുന്നത്. ഏത് ദിവ്യബലിയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവ്യബലിയിലും അർഹമായ പ്രാതിനിധ്യം അവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യബലിയിൽ ഭക്തിയോടുകൂടെ, ഏത് ദിവ്യബലിയിലും ഭക്തിയോടുകൂടെ ആത്മാർത്ഥതയോട് പങ്കെടുക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ സഹായം. പോരാ, ദിവ്യബലി ഏറ്റെടുത്ത് ചൊല്ലിക്കുന്നത് വലിയ നന്മയ്ക്ക് കാരണം. നമ്മുടെ സമർപ്പണ പ്രാർത്ഥനയില് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും വേണ്ടി എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ വേണ്ടിയുള്ള ബലിയിൽ, പ്രത്യേകമായി സമർപ്പിക്കുന്ന ബലിയിൽ മരിച്ചവരുടെ ഓർമ്മയുടെ പ്രാരംഭ പ്രാർത്ഥന തന്നെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന ആമുഖ പ്രാർത്ഥനയോടുകൂടെയാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. വീണ്ടും, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലിയിൽ നാം പ്രാർത്ഥിക്കുന്നു. അപ്പോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കെന്ത് ഗുണം, അവർക്കെന്ത് ഗുണം? അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ടോ? ഈ ഒരു ചിത്രം അത് വളരെ വ്യക്തമാക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഉള്ള ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിന്റെ കടമ എന്താണ്, കടപ്പാട് എന്താണ് എന്നുള്ളത് ഈ 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്ന ആ സംഭവം വ്യക്തമാക്കുന്നു. തീർച്ചയായും ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെ രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഈ ഒരു പ്രവർത്തിക്ക് തുല്യമാണ്. അവർക്ക് ആർക്കുമല്ല സൗഖ്യം വേണ്ടത് മറ്റൊരാൾക്ക്. അവനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുക, ഈശോയുടെ സന്നിധിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തിയിലൂടെ ചെയ്തത് എങ്കിൽ അതുപോലെ തന്നെ ആണ് ഈ പ്രാർത്ഥന. ഇനി ഒരു ചോദ്യം, അവരെന്തിനാണ് അവനെ ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കിയത്? ഉത്തരം വളരെ വ്യക്തമാണ്. ആ വ്യക്തിയുമായി അവർക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അയാളെ അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമാണ് എങ്കിൽ പോലും അവരങ്ങനെ ചെയ്തു. അവരുടെ ഒരു പ്രവൃത്തി അവർ ബോധപൂർവം ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു. അതുവഴിയായിട്ട് അവൻ രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. അടുപ്പമുള്ളവനായ നമ്മളുടെ ചാർച്ചക്കാരും ബന്ധുക്കളുമായവര്, ഇനി അതിനപ്പുറത്തേക്ക് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അപ്പനും വല്യപ്പന്റെ അപ്പനും നമുക്ക് കാണത്തില്ലാത്ത ഒരുപാട് പേരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ചങ്ങല നമ്മുടെ അടുത്തുണ്ട്. ജീവിതത്തിന് നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇടപെട്ടിരിക്കും. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുമായും നമുക്കൊരു ആന്തരികമായ പരസ്പരം ബന്ധപ്പെടലിന്റെ ഒരു ചങ്ങലയുള്ളതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ബെനഡിക്ട് 16 പറയുന്നു, ഒരുവനും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, ഒരുവനും ഒറ്റയ്ക്ക് പാപം ചെയ്യുന്നില്ല, ഒരുവനും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നു. എല്ലാവരും പരസ്പരമുള്ള ബന്ധത്തിലാണുള്ളത്. അതുകൊണ്ടല്ലേ കർത്താവ് നമ്മളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. എന്റെ പിതാവേ എന്ന ആത്മാർത്ഥമായ
ഒരു പ്രാർത്ഥനയല്ലല്ലോ അവിടുന്ന് പഠിപ്പിച്ചത്. ഈ പാരസ്പര്യത്തെയാണ് എടുത്തുയർത്തേണ്ടുന്നത് എന്നത് നാം മനസ്സിലാക്കാൻ വേണ്ടി അതിനേക്കാൾ ആത്മാർത്ഥമായ മറ്റൊരു സംബോധന രീതി അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ഈ ഞങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അസംഖ്യം കൊടുക്കൽ വാങ്ങലുകളിലൂടെ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരുവനും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, ഒരുവനും ഒറ്റയ്ക്ക് പാപം ചെയ്യുന്നില്ല, ഒരുവനും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നു. ഒരു കുടുംബമായാലും സമൂഹമായാലും സമുദായമായാലും മനുഷ്യവംശത്തെ മുഴുവൻ നോക്കിയാലും അവർ പാരസ്പര്യത്തിന്റെ കണ്ണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കടമയുണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി. ഇനി അടുത്ത ഒന്ന്, നമ്മുടെ തന്നെ സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കി മാറ്റുന്നത് എപ്രകാരമാണ്, അതെന്താണ് അതിന്റെ ന്യായം? തീർച്ചയായിട്ടും പാസീവ് പ്യൂരിഫിക്കേഷൻ, ദൈവദത്തമായ പരീക്ഷണങ്ങളും സഹനങ്ങളും നമുക്ക് ഇഹലോകത്തിൽ നൽകപ്പെട്ടേക്കാം. ഈ ഇഹലോകത്തിൽ നൽകപ്പെടുന്ന എല്ലാ സഹനങ്ങളെയും കാലികമായ ശിക്ഷയായി തമ്പുരാനെ അങ്ങ് എനിക്ക് തരുന്നു എന്ന ബോധ്യത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ അത് കാലികമായ ശിക്ഷയായി വരുന്നു. അത് ശുദ്ധീകരണ സ്ഥലത്തിലെ നമ്മുടെ സഹനങ്ങളുടെ ഇളവായി അതിനെ പരിഗണിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്കും പാപശിക്ഷകൾക്കുമുള്ള പരിഹാരം യോഗ്യത സമ്പാദിച്ചുകൊണ്ട് സ്നേഹത്തിൽ വളർന്നുകൊണ്ട് നമുക്ക് നേടാൻ കഴിയും. ഇനി പരിഹാര പ്രവർത്തികളും പ്രായശ്ചിത്ത പ്രവർത്തികളും ഉപവാസവും ഒക്കെ എന്റെ കർത്താവെ, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ അനുഷ്ഠിക്കുന്നു, എന്റെ ദണ്ഡനങ്ങൾക്ക് പരിഹാരമായി ഞാൻ അനുഷ്ഠിക്കുന്നു, എന്റെ സഹനങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പോരായ്മകളെ പരിഹരിക്കാനുള്ള എന്റെ താൽക്കാലിക സഹനമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നു. താൽക്കാലിക ശിക്ഷകൾക്ക്, ശുദ്ധീകരണ സ്ഥല പ്രക്രിയകൾക്ക് ഇളവ് സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഏറെ സന്തോഷത്തോടു കൂടെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഏറെ കടപ്പാടുള്ള ഒരു പുസ്തകമാണത്. യുഗാന്തം എന്ന ഡോക്ടർ ജെയിംസ് കിളിയരാനി, താമരശ്ശേരി രൂപതയുടെ അച്ഛനാണ് അദ്ദേഹം. എസ്കറ്റോളജിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എഴുതിയതും സോഫിയ ബുക്സ് പബ്ലിഷ് ചെയ്തതുമായ യുഗാന്തം എന്ന പുസ്തകമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന ഈ ആധുനിക പഠനങ്ങൾ വളരെ ഭംഗിയായ വിധത്തിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, യേശുവിന്റെ പുനരാഗമനം മുതൽ പുതിയ ദൈവരാജ്യത്തിന്റെ മഹത്വീകരണം വരെയുള്ള യുഗാന്തപരമായ വിഷയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഈ പുസ്തകം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ സഹായകരം. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് കുറെ കാര്യങ്ങളെങ്കിലും സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ കടപ്പാടും നന്ദിയും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിച്ചതുകൊണ്ടാണ് എന്നതിനാൽ അദ്ദേഹത്തെ അറിയിക്കട്ടെ. അടുത്തത് നമ്മൾ ഉപസംഹരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇങ്ങനെ മാത്രമായി നാം ചോദിക്കരുത്. ബെനഡിക്ട് 16-ാം തിരുമേനി സ്പേസാൽവിയിൽ പറയുന്നത്, ഞാൻ എങ്ങനെ എന്നെ തന്നെ രക്ഷിക്കും എന്ന് ചോദിക്കരുത്. പിന്നെയോ നാം ഇങ്ങനെയും കൂടി ചോദിക്കണം, മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി, അവർക്കും പ്രത്യാശയുടെ നക്ഷത്രം ഉദിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായത് സ്വർഗപ്രാപ്തിയിൽ ലക്ഷ്യം ഞാൻ മാത്രമായിരിക്കരുത്, അപരനും കൂടിയായിരിക്കണം എന്ന് ചുരുക്കം. അതിന്റെ റിസൾട്ട് എന്താണ്? അപ്പോൾ എൻ്റെ വ്യക്തിപരമായ രക്ഷയ്ക്കായും ആവുന്നത്ര ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ എപ്പോഴാണോ ഞാനാകാതെ ഞങ്ങളാകുന്നത്, അപ്പോൾ ഞാൻ എന്നത് രക്ഷയുടെ പാതയിൽ സുനിശ്ചിതമായി മുന്നേറും. പ്രത്യാശയുടെ താരകമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്ലാസ് സമാപിപ്പിക്കാം. തീർച്ചയായും ശുദ്ധീകരാത്മാക്കളെ ആ ശുദ്ധീകരാവസ്ഥയിൽ നിന്ന് കരേറ്റാൻ ദൈവത്തിന്റെ മുമ്പാകെ തന്റെ സുശക്തമായ മാധ്യസ്ഥം വഴി സഹായിക്കുന്ന പരിശുദ്ധ മറിയം നമ്മെ നമ്മുടെ ജീവിത സായാഹ്നത്തിലും സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.